ഹലോ ഗായ്സ്, കുറേ കാലമായി നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്താ വീഡിയോ എടുക്കാൻ ചെയ്യുന്നത് വെച്ചാൽ കോഴ്സ് തിരക്കും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ശരിക്ക്. ഇനി മുൻപോട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീക്യാപ്പ് പോലെയാണ് ഈ വീഡിയോ. നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോ അല്ല, ഇത്ര ഗ്യാപ്പ്, ഒരു 2 വർഷത്തെ ഗ്യാപ്പ് വന്നതിൻ്റെ ഒരു റീക്യാപ്പുമാണ്, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ കോഴ്സ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോസ്റ്റ് ബാക്കലറ്റിക് ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്തിട്ടാണ് വന്നത്. അത് ഞാൻ മാറ്റി തെറാപ്പിസ്റ്റ് അസിസ്റ്റൻറ്റ് ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് മാറ്റുക ചെയ്തത്. എന്തുകൊണ്ട് മാറ്റിയെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് കോഴ്സ് ഭയങ്കര അലമ്പായിരുന്നു. എനിക്കതിനോട് നമുക്കൊരിക്കലും അതൊരു പഠിക്കാൻ പറ്റാത്ത രീതിക്ക് പോയി. പിന്നെ എന്തുകൊണ്ട് മാർക്കറ്റിംഗ് എടുത്ത് കാനഡയ്ക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ നമുക്കിതാണ്, ചില കോഴ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, റിജക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടായിരുന്നു മാർക്കറ്റിംഗ് എടുത്ത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളത് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ വെച്ചാൽ, ഞാൻ കോഴ്സ് മാറ്റിയതിൻ്റെ ശേഷമാണ് ഇവിടെ എമിഗ്രേഷൻ ലോസ് ചേഞ്ച് ചെയ്തത്. അവർ സ്റ്റെമ്മും ഹെൽത്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാനഡയ്ക്ക് വരാൻ നോക്കുന്ന ഒരാളാച്ച് നിങ്ങൾക്കറിയാം, ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എല്ലാ കോളേജിലും കുറവാണ്. സ്റ്റെമ്മും ഹെൽത്ത് തന്നെ ആയിരിക്കും മെയിനായിട്ട് ബേസ് ചെയ്യണത്. അങ്ങനെ അതറിഞ്ഞിട്ട് മാറ്റിയതല്ല, അത് കോഴ്സ് മാറ്റിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിരുന്നു അവർ അനൗൺസ്മെൻറ്റ് എമിഗ്രേഷനിൽ നിന്ന് വന്നത്. ഞാൻ പ്രയോറിറ്റി ആയിട്ടുള്ള സ്റ്റെമ്മും ഹെൽത്തിനും കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ ബാക്കി കോഴ്സ് എടുത്ത് വന്നവർ, അതായത് ബാക്കി ഷെഫായിട്ട് പഠിക്കുന്നവർ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ PR കിട്ടില്ല എന്ന് വെച്ചാൽ അതിന് പാത്വേസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതൊരു എമിഗ്രേഷൻ ലോയറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബാക്കി ജോലി ചെയ്യുന്നവർക്കൊക്കെ PR കിട്ടുന്നുണ്ട്, പക്ഷേ അത് വ്യത്യസ്തമായിരിക്കും. റൂറൽ ഏരിയയിലേക്ക് പോകുന്നവർക്ക് PR കിട്ടുന്നുണ്ട്. അതൊക്കെ കുറച്ചും കൂടി അറിയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് എമിഗ്രേഷൻ ലോയേഴ്സ് തന്നെ ആയിരിക്കും. അല്ലാണ്ട് സ്റ്റെമ്മ് ഹെൽത്ത് കൊടുത്തുകൊണ്ട് മാത്രം PR കിട്ടുള്ളൂ എന്ന് ഒരു ഇതില്ല. പക്ഷേ അതിൻ്റെ നിങ്ങളൊരു പ്രയോറിറ്റി സെക്ടറിലിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപയോഗം. നിങ്ങൾ PRക്ക് നല്ലതാണ് അവിടെ സൗണ്ടൊക്കെ ഇടുന്നുണ്ട്. PRന് കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാച്ചെങ്കിൽ ഒരു ഹെൽത്ത് കോഴ്സ് എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും മുന്നോട്ട് കാര്യങ്ങൾ എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇനി മുൻപോട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ കലോണയിൽ ഒക്നാഗൻ കോളേജ് കൂടാതെ ഒരു യൂണിവേഴ്സിറ്റിയും കൂടി വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയും. ലോകത്തിൽ 34ാമത്തെ സ്ഥാനത്ത്, ആവറേജ് 34ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വേൾഡ് റാങ്കിങ്ങിൽ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടോ ഒക്നാഗൻ കോളേജിനെ കുറിച്ചിട്ടോ, അതല്ല ജസ്റ്റ് കലോണയിലേക്ക് വരാൻ നോക്കുന്ന ഒരു വർക്ക് പെർമിറ്റ് ഹോൾഡറാണ്, നാട്ടിൽ നിന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളോ വേണമെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടാം. കമൻറ്റ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ചാനൽ തുടർന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നവരാച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ. സീ ഗായ്സ്.